ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ രാവിലെ പ്രാർത്ഥനകൾക്ക് ശേഷം 9 മണിക്കാണ് ബസിലിക്ക തുറന്നു കൊടുത്തതെങ്കിൽ ഇന്ന് രാവിലെ 7 മണിയോടെ തന്നെ ബസിലിക്ക വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നെത്തിയ വിശ്വാസികൾ മാർപ്പാപ്പയെ ഒരു നോക്ക് കാണുവാനും അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുമായി ബസിലിക്കയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് ബസിലിക്കയ്ക്ക് ഉള്ളിൽ കാണുവാൻ സാധിക്കുന്നത്. നിശബ്ദമാണ്, ശാന്തമാണ്. അതേസമയം ഒരു പ്രത്യാശയുടെ അന്തരീക്ഷം കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഒരു വിശ്വാസി, ഒരു ഇടയൻ എങ്ങനെയാണ് മരണത്തിനായി ഒരുങ്ങി മരണത്തെ പുൽകിയതെന്നതിന്റെ പര്യായമാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ. ഇന്നും നാളെയും കൂടി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഉണ്ടായിരിക്കും. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കബറടക്ക ശുശ്രൂഷ നടക്കുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു വരുന്ന ജനത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് ബസിലിക്ക തുറന്നത് മുതൽ ജനങ്ങളുടെ പ്രവാഹമാണ് മാർപ്പാപ്പയെ ഒരു നോക്ക് കാണുവാനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് റോസ്മിനി സഭാംഗങ്ങളായ 2 വൈദികരാണ്, ഫാദർ ബിജു ആൻഡ് ലൈജു. ഇവർ മാർപ്പാപ്പയെ കണ്ട് വണങ്ങി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു വരികയാണ്. അപ്പോൾ ഇവരോട് നമുക്ക് ഒന്ന് ചോദിക്കാം. അച്ഛന്മാരെ, നിങ്ങൾ എങ്ങനെയായിരുന്നു ബസിലിക്കയിൽ നിങ്ങളുടെ അനുഭവം? പിതാവിനെ അവസാനമായി കണ്ട് വളരെയേറെ പ്രാർത്ഥന നിർഭരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും വളരെയേറെ വേദനാജനകവും അതിലേക്കുപരിയായി ദൈവത്തോട് കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. ഈ ഒരു ദിവസം പ്രാർത്ഥന നിർഭരമായി നമ്മൾ ഓരോരുത്തരും മാർപ്പാപ്പയ്ക്ക് നമ്മുടേതായിട്ടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പയെ അന്തിമോപചാരം അർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നത്. ഇതെനിക്കിന്ന് ലൈജുസിൻ്റെ കൂടെ ഞങ്ങളിവിടെ നിന്ന് ഒരുമിച്ച് ഈ ജനങ്ങളോടുകൂടെ മാർപ്പാപ്പയ്ക്ക് നന്ദിയും അതുപോലെ പ്രാർത്ഥനയും അർപ്പിച്ച് തിരിച്ചു വരികയാണ്. വളരെ നല്ലൊരു അനുഭവമാണ്. ഈ ജനങ്ങളോടുകൂടെ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് പിതാവിൻ്റെ എൻസിക്ലിക്കലായ സ്പേസ് സാൽവിയാണ്. അതായത് ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിക്കാൻ മാർപ്പാപ്പ നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് തുടർന്നും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസ സമൂഹം മാർപ്പാപ്പയ്ക്ക് അവസാനമായി ഒന്ന് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് മിലാനിൽ നിന്ന് വന്ന, ഇന്ന് രാവിലെ പുലർച്ചെ മിലാനിൽ നിന്ന് വന്ന് മാർപ്പാപ്പയ്ക്ക് ആശംസകൾ അറിയിച്ച് മടങ്ങിപ്പോകാൻ നിൽക്കുന്ന കുറച്ച് തമിഴ് വൈദികരാണ്. കർമ്മലിത്ത സഭാംഗങ്ങളായ ഇവർ അവരുടെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണ്. என்னுடைய பேர் ஃபாதர் ஜோசப், கார்மல் சபையை சார்ந்தவன். நேற்று இரவு மிலானிலிருந்து இங்கே வந்திருக்கிறேன். வந்து காலையில் போப்பனுடைய உடலை பார்த்து ஜெபித்தேன். உண்மையிலே எனக்கு ஒரு ஆத்ம திருப்தி. அவருடைய எனக்கு உண்மையிலே என்னுடைய குருத்துவ வாழ்க்கையிலே எனக்கு ஒரு ஆத்ம திருப்தி கிடைத்தது சந்தித்ததில். പ്രയർഫുൾ മൊമെന്റ് அங்கே பசிலிக்கையில உள்ள எங்கேன்னு உள்ள நாங்கள் 1 மணி நேரம் காத்திருந்து அவருடைய உடலை பார்க்கறதுக்கு வாய்ப்பு கிடைச்சது. பயங்கரமான கூட்டமாக இருக்கிறது. இருந்தாலும் மிலானிலிருந்து வந்து அவருடைய உடலை பார்த்து ஜெபிப்பதற்காக வந்திருக்கிறேன். உண்மையிலே எனக்கு மிக்க மகிழ்ச்சி. വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ബസിലിക്കയിലുള്ളത്. ഒരുപക്ഷെ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിത്യതയിലേക്ക് സ്നേഹത്തോട് നടന്നുപോയ ഒരു ഇടയനെ, വലിയ ഇടയനെ കാണുന്നവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അനുഭവമായിട്ടാണ് പലരും വിവരിക്കുന്നത്.